BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ആലുവയിൽ വ്യാപാരികൾ കൊച്ചി മെട്രോ നടപ്പാത നിർമ്മാണം തടഞ്ഞു. പ്രധാന റോഡ് കയ്യേറിയെന്ന് ആരോപിച്ചാണ് ആലുവയിൽ കൊച്ചി മെട്രോ നടപ്പാത നിർമ്മാണം വ്യാപാരികൾ തടഞ്ഞത്. ബൈപ്പാസ് റോഡിൽ അങ്കമാലി ബസ് കാത്തിരിപ്പ് കേന്ദ്രം മുതൽ കൊച്ചി മെട്രോ പ്രധാന പ്രവേശന കവാടം വരെയുള്ള നിർമ്മാണമാണ് തടഞ്ഞത്. വ്യാപാരശാലകൾക്ക് മുന്നിലുള്ള നിലവിലെ കാന ഒഴിവാക്കി റോഡിലേക്ക് കയറ്റി നടപ്പാത നിർമ്മിക്കാനായി കുഴിയെടുക്കുന്നതോടെയാണ് നിർമ്മാണം തടസ്സപ്പെട്ടത്. നിലവിലെ കാനയുടെ മുകളിൽ നടപ്പാത നിർമ്മിച്ചാൽ വ്യാപാരികൾക്ക് കടയുടെ മുന്നിൽ സ്ഥലം ലഭിക്കും. പക്ഷേ കാന ഉയർത്തിപ്പണിയുന്നതിനാൽ വാഹനങ്ങൾ ഈ കടകളുടെ മുന്നിലേക്ക് കടത്താനാവില്ല. അതിനാൽ പൊതു റോഡ് കുത്തിപ്പൊളി കാനയും നടപ്പാതയും നിർമ്മിക്കുന്നതിന് പകരം നിലവിലെ കാനയ്ക്ക് മുകളിൽ നടപ്പാത പണിയണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. വ്യാപാരികളുടെ ആവശ്യം അംഗീകരിക്കണമെന്ന് സ്ഥലത്തെത്തിയ വാർഡ് കൗൺസിലർ KV സരള ആവശ്യപ്പെട്ടു. റോഡിന്റെ വീതി ഇല്ലാതാക്കി കാന പണിയുന്നത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. മലമ്പള്ളി നഗർ വിദ്യാനഗറിലെ ഫ്ളാറ്റിൽ നിന്ന് മാതാവ് താഴേക്കെറിഞ്ഞ് കൊലപ്പെടുത്തിയ നവജാത ശിശുവിന്റെ DNA സാമ്പിൾ പോലീസ് ശേഖരിച്ചു. കുഞ്ഞിന്റെ അമ്മയും കേസിലെ പ്രതിയുമായ യുവതി പീഡനത്തിനിരയായാണ് ഗർഭിണിയായത് എന്ന സംശയത്തെ തുടർന്നാണിത്. നിലവിൽ ആർക്കുമെതിരെ യുവതി മൊഴി നൽകിയിട്ടില്ലെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിൽ ആരുടെയെങ്കിലും പേര് വെളിപ്പെടുത്തിയാൽ DNA പരിശോധന വേണ്ടി വന്നേക്കാം എന്നത് മുന്നിൽ കണ്ടാണ് പോലീസിന്റെ നടപടി. പ്രസവിച്ചയുടൻ കുഞ്ഞിനെ കൊല്ലാൻ യുവതി ശ്രമിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ നിന്നുള്ള പോലീസിന്റെ നിഗമനം. കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമം നടത്തിയതും ഇതിനിടെ യുവതിയുടെ മാതാവ് വാതിലിൽ മുട്ടി വിളിച്ചതോടെ വെപ്രാളത്തിൽ കുട്ടിയെ താഴേക്കെറിഞ്ഞെന്നുമാണ് നിഗമനം. വെള്ളിയാഴ്ച രാവിലെയാണ് യുവതി കുഞ്ഞിനെ സ്വന്തം ഫ്ളാറ്റിന്റെ 5ാം നിലയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞത്. കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന യുവതിക്ക് ഗുരുതരമായ അണുബാധ കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രി വൈകി നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയുടെ ICUവിൽ പ്രവേശിപ്പിച്ചു. വൈദ്യസഹായമില്ലാതെ ശുചിമുറിയിൽ പ്രസവിച്ചതിനെ തുടർന്നാണ് യുവതിക്ക് അണുബാധയുണ്ടായതെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. ഇന്നലെ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്നലെ യുവതിയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായതിനാൽ പിൻവാങ്ങി. യുവതിയുടെ മാതാപിതാക്കളിൽ നിന്നും പോലീസ് ഇന്നലെയും മൊഴിയെടുത്തു. യുവതി ഗർഭിണിയായിരുന്നെന്ന വിവരമോ പ്രസവിച്ചതോ തങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നാണ് ഇരുവരും പറയുന്നത്. വിശ്വസനീയമെന്നാണ് പോലീസും കരുതുന്നത്. യുവതിയുടെ മൊഴിയോട് പൊരുത്തപ്പെടുന്ന വിവരങ്ങൾ തന്നെയാണ് യുവതിയുമായി അടുപ്പമുണ്ടായിരുന്ന യുവാവ് പങ്കുവച്ചത്. യുവതി ഗർഭിണിയായ കാര്യം യുവാവിന് അറിയാമായിരുന്നു. 2 മാസമായി ഇരുവരും തമ്മിൽ ആശയവിനിമയം ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം. യുവതിയുടെ ഫോൺ പോലീസ് പരിശോധിക്കും. യുവാവ് പീഡിപ്പിച്ചതായി യുവതി ഇതുവരെ മൊഴി നൽകിയിട്ടില്ല. ഡാൻസറായ ഇയാൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പെൺകുട്ടി പരിചയപ്പെട്ടതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. കുട്ടിയുടെ സംസ്കാരം പോലീസ് ഏറ്റെടുത്തേക്കുമെന്നും സൂചനയുണ്ട്. യുവതിയുടെ ആരോഗ്യം മെച്ചപ്പെട്ട ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ S ശ്യാംസുന്ദർ പറഞ്ഞു. ആരും ഏറ്റെടുത്തില്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷന്റെ സഹകരണത്തോടെ സംസ്കാരം നടത്തും. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കൊച്ചി കായലിന് കുറുകെയുള്ള ഹാർബർ പാലം ആത്മഹത്യാ മുനമ്പായി മാറുന്നു. കഴിഞ്ഞ 6 മാസത്തിനകം ഒരു യുവതിയടക്കം 5 പേരാണ് പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യാ ശ്രമം നടത്തിയത്. ഇതിൽ 3 പേരെ അടുത്തുള്ള ഹാർബർ മത്സ്യത്തൊഴിലാളികൾ രക്ഷിച്ചു. കഴിഞ്ഞ ആഴ്ച പാലത്തിൽ നിന്ന് ചാടിയ ഗ്രഹനാഥന്റെ മൃതദേഹം 2 ദിവസത്തിന് ശേഷം കണ്ടെത്തിയിരുന്നു. ബുധനാഴ്ച ആത്മഹത്യാ ശ്രമം നടത്തിയ യുവതിയെ വള്ളത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയതോടെയാണ് ഇടവേളയ്ക്ക് ശേഷം പാലത്തിലെ ആത്മഹത്യാ ശ്രമം വീണ്ടും പൊതുജന ശ്രദ്ധയിൽപ്പെടുന്നത്. പാലത്തിൽ ആത്മഹത്യ നടയാനുള്ള പദ്ധതി ഇന്നും ചുവപ്പുനാടയിലാണ്. ആത്മഹത്യാ ശ്രമങ്ങളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന ആവശ്യത്തിനും ശക്തിയേറുകയാണ്. കൊച്ചിക്കായലിന് ചുറ്റുമുള്ള പാലങ്ങളായ തോപ്പുംപടി ഹാർബർ പാലം, BOT പാലം, തേവര വിക്രാന്ത് പാലം, പഴയ തേവര പാലം എന്നിവിടങ്ങളിലും സൂയിസൈഡ് പോയിന്റുകളായി മാറുന്നതായും പറയുന്നു. കൊച്ചിക്കായലിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ ചാടുന്നവരെ രക്ഷപ്പെടുത്താൻ ശ്രമകരമാണെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് പാലത്തിൽ പ്രതിരോധ കവചം സ്ഥാപിക്കണമെന്ന ആശയം ഉടലെടുത്തത്. കോസ്റ്റൽ പോലീസാണ് ആശയം പൊതുമരാമത്ത് വകുപ്പിന് നൽകിയത്. പാലത്തിന് ഇരുവശത്തെയും കൈവരികളിൽ ഉയരത്തിൽ കമ്പിവേലി സ്ഥാപിക്കണമെന്നതാണ് ആശയം. എന്നാൽ ഇത് സംബന്ധിച്ച കത്ത് നൽകി 1.5 വർഷം കഴിഞ്ഞിട്ടും പദ്ധതിയെക്കുറിച്ച് ആലോചിക്കാൻ പോലും പൊതുമരാമത്ത് അധികൃതർ തയ്യാറായിട്ടില്ല. ആത്മഹത്യാ ശ്രമത്തിന്റെ ഭാഗമായി കായലിൽ ചാടുന്നവർക്കായുള്ള തെരച്ചിലിന്റെ സമയവും പണവും പോലും വേണ്ടിവരില്ല സംരക്ഷണ വേലി നിർമ്മിക്കാൻ. ഇതിനിടെ പാലത്തിന് ഇരുഭാഗത്തും സ്ഥാപിച്ച ആത്മഹത്യാ ശ്രമങ്ങൾ ഒഴിവാക്കാനുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ പോലും അപ്രത്യക്ഷമായതും ചർച്ചാ വിഷയമായി.
4 ദിവസമായി കരുമാലൂരിലെ പടിഞ്ഞാറൻ മേഖലയിൽ കുടിവെള്ളം മുടങ്ങിയത് സംബന്ധിച്ച ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാഗ്പോര്. പൈപ്പ് വെള്ളം എത്താത്ത മേഖലയിൽ കുടിവെള്ളം എത്തിക്കാൻ പഞ്ചായത്ത് ഒന്നും ചെയ്തില്ലെന്നാണ് ആരോപണം. ഇത് ചോദ്യം ചെയ്തതിന് പ്രസിഡന്റിന് ന്യായമായ മറുപടി നൽകിയില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കുടിവെള്ള വിതരണം ചെയ്യുന്ന കരാറുകാരന് അനുകൂലമായി സംസാരിക്കുകയാണ് പ്രസിഡന്റ് ചെയ്തതെന്ന് ആരോപിച്ച് പ്രതിപക്ഷ അംഗം കെ ജോസഫ് കുത്തിയിരിപ്പ് സമരം നടത്തി. പിന്തുണയുമായി മറ്റ് പ്രതിപക്ഷ അംഗങ്ങളും BJP അംഗവും എത്തി. ചില വാർഡുകളിൽ മാത്രം കുടിവെള്ള വിതരണം ചെയ്യുന്നതിനായി പ്രസിഡന്റിന്റെ പ്രത്യേക കൊട്ടേഷൻ നൽകിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മുൻ തീരുമാനത്തിന് വിരുദ്ധമായാണ് ജലവിതരണത്തിന് മറ്റൊരു അനധികൃത കൊട്ടേഷൻ നൽകാത്തതെന്നും അവർ ആരോപിച്ചു. പ്രശ്നം പരിഹരിച്ച ശേഷം ഭരണസമിതി യോഗം ചേരാമെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതോടെയാണ് പ്രസിഡന്റ് യോഗം പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോയത്. പ്രതിപക്ഷ അംഗങ്ങളായ MM അലി, ബീന ബാബു, KA ജോസഫ്, TA മുജീബ്, EM അബ്ദുസലാം, GV പോൾസൺ, KM ലൈജു, സൂസൻ വർഗീസ്, നദിറ ബിരാൻ എന്നിവരും BJP അംഗം KS മോഹൻ കുമാറും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വെങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം വ്യാപകമായതോടെ നാട്ടുകാർ ആശങ്കയിൽ. ഒരു വീട്ടിലെ ഒന്നിലധികം പേർക്ക് രോഗം പിടിപെട്ടതോടെ പരിഭ്രാന്തി നിലനിൽക്കുകയാണ്. 11-12 വാർഡുകളിലാണ് രോഗികൾ അധികമുള്ളത്. 96 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 40ഓളം പേർ വീടുകളിൽ കഴിയുന്നുണ്ട്. ആശുപത്രിയിൽ കഴിയുന്നവരിൽ 3 പേരുടെ കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥയാണ്. സ്ഥിതി ഗുരുതരമായവർ കോട്ടയം മെഡിക്കൽ കോളേജിലും എറണാകുളത്തെയും ആലുവയിലെയും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിലാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.